നിന്ന് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെയാണ് വരുന്നത്. ഈ സ്പോട്ടിലേക്ക് വന്ന് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കോടയാണ്. ഒരു ദിവസം അവധി കിട്ടിയപ്പോഴേക്കും നമ്മൾ വീണ്ടും ഒരു റൈഡ് ആരംഭിച്ചേക്കോട്ടോ. നിയറസ്റ്റ് ആയിട്ടുള്ള വാഗമൺ തന്നെ, വാഗമണിൽ പുള്ളിക്കാനം എന്ന സ്പോട്ടിലാട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര, നമ്മളൊരു ബൈക്ക് റൈഡേഴ്സ് ആണെങ്കിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. സോ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പുള്ളിക്കാനം. എറണാകുളം ജില്ലയിൽ നിന്നും 2 മണിക്കൂർ താഴെ യാത്ര ചെയ്ത് എത്തിച്ചേരാവുന്ന ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസാണ് വാഗമൺ. സാധാരണഗതിയിൽ പാല ഈരാറ്റുപേട്ട റൂട്ടിലാണ് യാത്ര ചെയ്യാറുള്ളത്. ഈ പ്രാവശ്യം അതൊന്ന് മാറ്റി നമ്മൾ പുള്ളിക്കാനം റൂട്ടിലാണ് യാത്ര ചെയ്യുന്നത്. കോട്ടയത്തെ 2 പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ഇലവേഴ പൂഞ്ചിറ, അതേപോലെ തന്നെ ഇല്ലിക്കൽ. ഇലവേഴ പൂഞ്ചിറയിൽ നിന്നും 22 കിലോമീറ്റർ ദൂരമാണ് പുള്ളിക്കാനത്തേക്കുള്ളത്. പുള്ളിക്കാനത്ത് നിന്നും 10 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് വാഗമണിൽ എത്തിച്ചേരാൻ പറ്റും. പുള്ളിക്കാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി സിനിമകൾ ചിത്രീകരിച്ച ഒരു സ്ഥലം കൂടിയാണ് പുള്ളിക്കാനം. ജോസഫ് എന്ന സിനിമയിലെ ചില പ്രധാന ഭാഗങ്ങൾ ഇവിടെയാണ് ചിത്രീകരിച്ചത്. അതേപോലെ ദൃശ്യം, ചാർലി എന്നീ സിനിമകളുടെ ചില ലൊക്കേഷനും കൂടിയാണ് ഈ കാണുന്ന പുള്ളിക്കാനം റോഡ്. ജോസഫ് എന്ന മൂവിയിൽ സ്റ്റെല്ല എന്ന കഥാപാത്രം മരണപ്പെട്ടു എന്ന് പറയുന്ന പ്ലേസ് ഈ കാണുന്നതാണ്. ഈ നേരെ കാണുന്ന കട ജോസഫ് എന്ന മൂവിയിലെ ഒരു ലൊക്കേഷനാണ്. ഇവിടെ ചെറിയൊരു ഓഫ് റോഡ് കാണുന്നുണ്ട്. നമ്മുടെ വണ്ടി കയറ്റാമെന്ന് അറിയാൻ പാടില്ല, പെർമിഷൻ ഒന്നും ഉണ്ടാവില്ല. നമുക്കും ചെന്ന് നോക്കാം എന്തൊക്കെയാണ്. ഈരാറ്റുപേട്ട വാഗമൺ റോഡിനെ അപേക്ഷിച്ച് ഈ റോഡിൽ അത്ര വലിയ തിരക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പ്രത്യേകിച്ച് ഒരു ഹോളിഡേ ആയിരുന്നിട്ട് പോലും വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല വാഗമണിലും. ഈ കാണുന്ന നല്ലൊരു വ്യൂ പോയിൻ്റാണ്. മിക്ക വണ്ടിക്കാരും ഇവിടെ നിർത്തുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇവിടെ നിന്ന് അങ്ങ് ദൂരേക്ക് നോക്കിയാൽ കോട്ടയം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ഇല്ലിക്കലിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നിന്നും അല്പം ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലാണ് കുരിശുമല വ്യൂ പോയിൻ്റ് വരുന്നത്. റോഡ് സൈഡിൽ സൈൻ ബോർഡോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുരിശുമലയിലാണ് കേട്ടോ. നമ്മുടെ പുള്ളിക്കാനത്തുണ്ട് ഒരു കുരിശുമല, അതേപോലെ വാഗമണിലുണ്ട് കുരിശുമല. 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കുരിശുമലയുടെ ടോപ്പ് പോയിന്റിൽ എത്താൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊടുപുഴയിലും കോട്ടയത്തെ ജില്ലയിലെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും.
എൻട്രൻസിൻ്റെ ഇതൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, പ്രത്യേകിച്ച് ഒരു ബോർഡൊന്നുമില്ല. ഇതാ കാണുന്നില്ലേ ആ നീല ഒരു ഇത് കാണണേ, ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടുന്ന് താഴേക്ക് ഇല്ലിക്കൽ കല്ലിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സൈഡിൽ നിന്ന് ഇങ്ങനെ കോട ഇങ്ങനെ ഇറങ്ങണത് നല്ല കാഴ്ച കാണാം കേട്ടോ. മേളിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല കോടയാട്ടോ ഇവിടെ കാണാൻ പറ്റില്ലേ. രണ്ട് സൈഡിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കോട ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങേറ്റത്ത് കാണുന്നതാണ് കുരിശുമല. എത്രത്തോളം വ്യൂ ഉണ്ടാവുമെന്ന് ഈ കോടയൊന്ന് മാറി കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പുള്ളിക്കാനത്തെ കുരിശുമലയിലാട്ടോ, കുരിശുമല ടോപ്പിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് കാണുന്ന ഒരു വ്യൂ ആട്ടോ ഈ കാണുന്നത്. ഫുൾ കോടയൊക്കെ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു. ഈ ഭാഗത്ത് കാണുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ്. ഇല്ലിക്കല്ലിൻ്റെ ഒരു മേ ബി ചെറിയൊരു ഭാഗമൊക്കെ കാണാം അപ്പുറത്തെ സൈഡിൽ. നമ്മൾ ഈ കുരിശുമലയ്ക്ക് കയറുന്ന പോയിൻറ്റിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ഭാഗത്ത്, നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ. പിന്നെ ഈ കാണുന്ന വാട്ടർഫാൾസ് എനിക്ക് വന്ന പാലോഴുംപാറ വാട്ടർഫാൾസ് ആണെന്ന് തോന്നുന്നു, മേ ബി ആയിരിക്കാം. നമ്മൾ ഏകദേശം വാഗമണ്ണിലൊക്കെയാണ് അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെയാണ് വരുന്നത് ഈ സ്പോട്ടിലേക്ക് വന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കോടയാട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വരുമ്പോൾ കിട്ടുന്ന ചില ഭാഗ്യം എന്ന് പറയുന്ന പോലെ നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇവിടെ നിന്ന് താഴേക്ക് കാണുന്ന ആ കോട ഉള്ള ആ ഭാഗമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ കാലാവസ്ഥ അനുയോജ്യം എന്ന് പറഞ്ഞാൽ പക്ക ഒരു അനുയോജ്യം. മഴയില്ല, എന്നിട്ട് കോടയുണ്ട്. മേ ബി നല്ലൊരു ഭാഗ്യം തന്നെ കേട്ടോ, നല്ലൊരു യാത്രയായിപ്പോയി. നമുക്ക് ഇനി ഇവിടുന്ന് എന്തൊക്കെയാലും ഇവിടെ കയറാതെ ഇരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ഭയങ്കര ഒരു ഇതായി പോയേനെ. കാരണം ഇത്രയും നല്ലൊരു വ്യൂ ആട്ടോ ഇതിൻ്റെ മേളിൽ നിന്നുള്ള കാണുന്നത്. നമുക്കൊരു വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു ഇവിടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. ടെൻറ്റ് ഹൗസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഈ മലയുടെ മേളിൽ കയറി കഴിഞ്ഞാൽ
ഈ ഇല്ലിക്കല്ലിൻ്റെ യഥാർത്ഥമായ നല്ലൊരു രൂപം നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നത് പുള്ളിക്കാനത്തെ ഒരു ദേവാലയമാണ്, സെൻറ് തോമസ് ചർച്ച്. ഇടുക്കി മൂലമറ്റം റോഡിലേക്കാണ് നമ്മൾ വന്നു ചേരുന്നത്. ഇവിടെ നിന്നും നമുക്ക് ഇടുക്കി ഭാഗത്തേക്ക് പോകാൻ കഴിയും. റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ വാഗമണിലേക്ക് പോകുന്നത്. പുള്ളിക്കാനത്തു നിന്നും 10 കിലോമീറ്റർ ദൂരമാണ് വാഗമണിലേക്കുള്ളത്. പുള്ളിക്കാനത്തു നിന്നും വാഗമൺ എത്തിയ ശേഷം ഞാൻ പോയത് വാഗമൺ മെഡോസിൻ്റെ ഭാഗവും അതേപോലെ തന്നെ തങ്ങൾപ്പാറ വ്യൂ പോയിൻറ്റും കാണുവാനാണ്. വാഗമണിലെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കോടയും തണുപ്പും ചെറിയ രീതിയിൽ മഴയും ഉണ്ടായിരുന്നു.